പ്രിയങ്കാജിയും രാഹുൽജിയും കണ്ടു. രണ്ടുപേരും ഉണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഞാൻ ഓണാശംസകൾ നേർന്നു. ഓണക്കോടി രണ്ടുപേർക്കും നൽകി, മാഡത്തിന് നൽകി. അപ്പോൾ മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവമായ ഓണത്തിന് അവർക്ക് എല്ലാ വർഷവും നൽകുന്നത് പോലെ ഓണക്കോടി ഇത്തവണയും ഞാൻ നൽകി. വലിയ സന്തോഷമായിരുന്നു. മലയാളികൾക്കെല്ലാം ഓണം ആശംസിച്ചു. അത് മലയാളികളെ അറിയിക്കണമെന്ന് എന്നോട് പറഞ്ഞു. നിങ്ങളിലൂടെ ഞാൻ രാഹുൽജിയുടെയും പ്രിയങ്കാജിയുടെയും ഓണാശംസകൾ ഞാൻ നേരുകയാണ്. ഇന്ന് അത്തരമൊരു ചർച്ചകളുടെ അവസരം ഇല്ലായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് കേരളത്തിൽ PCC അധ്യക്ഷന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്നൊരു കാര്യം ഞാൻ പറഞ്ഞു. അത് പ്രവർത്തകരും ആവശ്യപ്പെടുന്ന കാര്യമാണ്. ആ കാര്യം ഞാൻ പറഞ്ഞു. അല്ലാണ്ട് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. ഇല്ല, പേരുകളിലേക്ക് പോയി. ഒരു ഫുൾ ടൈം അധ്യക്ഷൻ വേണമെന്നൊരു അഭിപ്രായം അങ്ങനെയാണ് പൊതുവെ ഒരു അഭിപ്രായം ജനങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്നത്. അതിൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോയില്ല. എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തെ കുറിച്ച് എന്തെങ്കിലും വിലയിരുത്തൽ അങ്ങനെ എന്തെങ്കിലും പരാമർശം ഇത്തവണ വന്നപ്പോൾ അങ്ങനെ ഞാൻ മന്ത്രിയായ ശേഷം തന്നെ ആദ്യമായിട്ട് വരിക. പിന്നെ ഓപ്പറേഷൻ തുഫാന്റെ കാര്യം ചോദിച്ചു, സംസാരിച്ചു. അവർക്കെല്ലാം അതിന്റെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓപ്പറേഷൻ തുഫാന്റെ ഒരു പരിപാടിയിൽ ഒക്ടോബർ മാസത്തിൽ രാഹുൽജി വരണമെന്ന് ഞാൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇത് വൈകുന്ന എന്തുകൊണ്ടായിരിക്കും അധ്യക്ഷ തെരഞ്ഞെടുപ്പ്? അല്ല, ഒക്ടോബറിൽ നടത്താനാണ് തീരുമാനം. ഓപ്പറേഷൻ തുഫാൻ ഒക്ടോബറിൽ രാഹുൽജിയെ കൂടി വിളിച്ചുകൊണ്ട് നടത്താനാണ് തീരുമാനം. അത് ഒക്ടോബറിൽ അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് സ്ഥലവും മറ്റു കാര്യങ്ങളും പിന്നീട് തീരുമാനിക്കും. ഓപ്പറേഷൻ തുഫാനെ രാഹുൽജിയും പ്രിയങ്കാജിയും അഭിനന്ദിക്കുകയുണ്ടായി. ഇതാണ് ഇന്ന് രാജ്യത്തിന് ആവശ്യം. ചെറുപ്പക്കാരെ ഡ്രഗ്സിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കേരള ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പരിപാടിയായ ഓപ്പറേഷൻ തുഫാന് രണ്ടുപേരും അഭിനന്ദനം അർപ്പിച്ചു. കേക്ക് മുറിച്ച വിഷയം കേക്ക് മുറിച്ച തന്റെ ഇതിനാണ്. അതല്ല, കേക്ക് മുറിച്ചത് KPCC ആസ്ഥാനത്ത് കേക്ക് മുറിച്ചതിലെ ഈ ദേശീയ പതാക മുറിച്ചു എന്ന് പറഞ്ഞ് BJP ദേശീയ തലത്തിൽ വലിയ അങ്ങ് മുറിച്ചിങ്ങനെ അല്ല, അത് നമ്മള് ഒരു ഇതല്ലേ, കേക്കല്ലേ. കേക്ക് മുറിച്ച് ഇയാളെ ബർത്ത്ഡേക്ക് ഇന്ന് രാവിലെ കേക്ക് മുറിച്ചില്ലേ? നോബലിന്റെ ബർത്ത്ഡേക്ക് ഇന്ന് കേക്ക് മുറിച്ചില്ലേ? അപ്പൊ ആ കേക്ക് മുറിക്കുന്നത് എങ്ങനെയാണ്? അത് ത്രിവർണ്ണ പതാക അല്ലല്ലോ, കളർ വെച്ചിരുന്നല്ല ഉള്ളൂ. അപ്പൊ BJPയുടെ വിഷയ ദാരിദ്ര്യം കൊണ്ട് അവര് പറയുന്നതാണ്. നമ്മള് വലിയ ഗൗരവം കാണിക്കണ്ട. കേരളത്തിൽ BJPക്ക് അത്രയൊക്കെ ഉള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം.